നോക്കാം. ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ കേരളത്തിന്റെ സ്ഥാനം എവിടെയാണ്? ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറാണ്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറായിട്ടാണ് കേരളത്തിന്റെ സ്ഥാനം വരുന്നത്. അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 ഡിഗ്രി വടക്ക് വരെയാണ്. ഇപ്പൊ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡ് വടക്ക് മുതൽ 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡ് വടക്ക് വരെയാണ് അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത്. രേഖാംശ സ്ഥാനം 74 ഡിഗ്രി 27 മിനിറ്റ് 47 സെക്കൻഡ് കിഴക്ക് മുതൽ 77 ഡിഗ്രി 37 മിനിറ്റ് 12 സെക്കൻഡ് കിഴക്ക് വരെയാണ്. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 21. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 21. കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം. 38,863 ചതുരശ്ര കിലോമീറ്റർ. മൈൽസിൽ പറഞ്ഞാൽ എത്രയാണ്? 15,505 ചതുരശ്ര മൈലാണ്. 15,005 ചതുരശ്ര മൈൽ. ഇന്ത്യൻ യൂണിയന്റെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.18% കേരളം വരുന്നത്. 1.18%. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം 580 കിലോമീറ്റർ അല്ലെങ്കിൽ 590 കിലോമീറ്റർ. ഇപ്പം പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 590 കിലോമീറ്റർ ആണ് കണ്ടുവരുന്നത്. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ നീളം 580 കിലോമീറ്റർ, അതല്ലെങ്കിൽ 590 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അതാണ് റൈറ്റ് ആൻസർ. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 13 ആണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം 13 ആണ്. ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. കേരളത്തിന്റെ സ്ഥാനം 13 ആണ്. അതിർത്തികൾ വടക്ക് കർണാടകയാണ്. കേരളത്തിന്റെ വടക്കായിട്ട് വരുന്നത് കർണാടകയാണ്. തെക്ക് തമിഴ്നാടാണ്. പടിഞ്ഞാറ് അറബിക്കടലുണ്ട്. കിഴക്ക് പശ്ചിമഘട്ടം, സഹ്യാദ്രി അല്ലെങ്കിൽ പശ്ചിമഘട്ടം ഉണ്ട്. ഇവിടെ നോക്കിക്കേ, കർണാടക കേരളത്തിന്റെ വടക്ക് ഭാഗത്തായിട്ട് അതിർത്തി വരുന്ന ഏതാണ്? കർണാടകയാണ് വരുന്നത്. കാസർഗോഡ്, കണ്ണൂര്, വയനാട്. കാസർഗോഡ്, കണ്ണൂര്, വയനാടും കർണാടകയായിട്ട് അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? വയനാടുണ്ട്. വയനാട് കർണാടകയായിട്ട് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. ഇപ്പം തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നതെന്ന് പറയുമ്പോൾ വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂര്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, അത്രയും ജില്ലകള് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. കർണാടകയായിട്ട് ആകെ 3 ജില്ലകളാണ് അതിർത്തി പങ്കുവെക്കുന്നത്. ഏതൊക്കെയാണ്? കാസർഗോഡ്, കണ്ണൂര്, വയനാട്. ബാക്കി ജില്ലകൾ മലപ്പുറം, പാലക്കാട്, തൃശ്ശൂര്, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നു. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര പശ്ചിമഘട്ടം. കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകയാണ്. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. നമുക്ക് നോക്കിയാൽ കാണാം, ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് തമിഴ്നാടാണ്. ഇത്രയും ജില്ലകളുമായിട്ട്, വയനാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളുമായിട്ട്, ആ സൈഡിലെ ജില്ലകളുമായിട്ട് അതിർത്തി പങ്കിടുന്നത് തമിഴ്നാടാണ്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകളാണ്. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ നമ്മൾ പറഞ്ഞു, കാസർഗോഡ്, കണ്ണൂര്, വയനാട് 3 ജില്ലകളാണ്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാടാണ്. അപ്പൊ തമിഴ്നാടും കർണാടകയായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല എന്ന് ചോദിച്ചാൽ വയനാടാണ്. താലൂക്ക് ചോദിച്ചാൽ ഏതാണ്? സുൽത്താൻ ബത്തേരിയാണ്. താലൂക്ക് ചോദിച്ചാൽ സുൽത്താൻ ബത്തേരി. ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ നൂൽപ്പുഴ. പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈ സുൽത്താൻ ബത്തേരിയൊക്കെ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്.
അപ്പൊ തമിഴ്നാടും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ വയനാടാണ്. താലൂക്ക് ചോദിച്ചാൽ സുൽത്താൻ ബത്തേരി, ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ നൂൽപ്പുഴ. തമിഴ്നാട്, കർണാടക എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ മുത്തങ്ങയാണ്. തമിഴ്നാട്, കർണാടക എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമം ചോദിച്ചാൽ മുത്തങ്ങയാണ്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്ത ജില്ല ചോദിച്ചാൽ ഏതൊക്കെയാണ്? നോക്കിക്കേ, കോഴിക്കോട്. ഇതാണ് കോഴിക്കോട്. ഇത് കോഴിക്കോട്, കോട്ടയം. കോഴിക്കോടിന്റെ ഇപ്പുറ വയനാട്, കണ്ണൂരും മലപ്പുറത്തിന്റെ നടുക്കായിട്ടാണ് കോഴിക്കോട് വരുന്നത്. കോട്ടയത്തിന്റെ ചുറ്റും ഏതൊക്കെയാണുള്ളത്? കോട്ടയം ഇതാണ് കോട്ടയം. എറണാകുളം ഉണ്ട്, ഇടുക്കിയുണ്ട്, പത്തനംതിട്ട, ആലപ്പുഴ. ഇങ്ങനെ എല്ലാത്തിന്റെ നടുക്ക് കിടക്കുന്ന ഒരു ജില്ലയാണ്. പിന്നൊന്ന് ആലപ്പുഴ. ആലപ്പുഴ ഇവിടെ. ആലപ്പുഴയായിട്ടും വേറെ സംസ്ഥാനവുമായിട്ടൊന്നും അതിർത്തിയില്ല. കേരളത്തിൽ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന 5 ജില്ലകളാണ് വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട എന്നിവയാണ് കരയാൽ മാത്രം ചുറ്റപ്പെട്ട് കാണുന്ന ജില്ലകൾ. സമുദ്ര അതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും ആയ കേരളത്തിലെ ജില്ല ഏതാണ്? കോട്ടയമാണ്, അല്ലെ? സമുദ്രാതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതുമായ ജില്ല ഏതെന്ന് ചോദിച്ചാൽ കോട്ടയമാണ്. കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളാണ് തിരുവനന്തപുരവും കാസർഗോഡും. കേരളത്തിലെ ഒരു ജില്ലയായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരവും കാസർഗോഡും. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, കണ്ണൂര് ഇവിടുന്ന്, പിന്നെ ഇവിടുന്ന് കർണാടകയാണ് വരുന്നത്. തിരുവനന്തപുരത്തിന്റെ കാര്യം നോക്കിയാലും ഇവിടെ തമിഴ്നാടാണ് ഈ സൈഡ് വരുന്നത്, പിന്നെ കൊല്ലം മാത്രമേ ഉള്ളൂ. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ഭാഗമാണ് മാഹി. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ഭാഗമാണ് മാഹി. മാഹി നമുക്ക് നോക്കാം എവിടെയാണ്. ഈ കാണുന്നതാണ് മാഹി. പോണ്ടിച്ചേരിയുടെ ഭാഗമാണ്. കണ്ണൂരിനും കോഴിക്കോടിനും ഇടയ്ക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ പൂർണ്ണമായി അത് പറഞ്ഞതാണ്. കേരളത്തിൽ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന 5 ജില്ലകൾ വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട എന്നിവയാണ്. സമുദ്രാതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടതുമായ ജില്ല എന്ന് ചോദിച്ചാൽ കോട്ടയം. കേരളത്തിലെ ഒരു ജില്ലയായി മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ലകളെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരവും കാസർഗോഡുമാണ്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഒരു ഭാഗം മാഹിയാണ്. ഏതാണ് കേന്ദ്രഭരണ പ്രദേശം? പുതുച്ചേരിയാണ്. പുതുച്ചേരിയായിട്ട്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം. പടം നോക്കിയാല് ഈ റെഡിൽ കാണപ്പെടുന്നതാണ് മലനാട് എന്ന് പറയുന്നത്. ഇടനാട് ഈ പച്ച കളറിൽ കൊടുത്തിരിക്കുന്നത് ഇടനാട്, തീരപ്രദേശം മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്നത്, ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് തീരപ്രദേശമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂവിഭാഗമാണ് മലനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂവിഭാഗമാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്ടിൽ വരുന്നത്. ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാടാണ്. 48% മലനാട്. അപ്പൊ മലനാട് 48%. മലനാടിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്റർ ആണ്. ശരാശരി ഉയരം മലനാടിന്റെ 900 മീറ്റർ ആണ്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് മലനാട്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്, കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ടമാണെന്ന് പറഞ്ഞു, കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് മലനാട്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് മലനാട്ടിൽ നിന്നാണ്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മലനാട്ടിൽ നിന്നാണ്.
പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന ഭൂവിഭാഗം മലനാടാണ്. പശ്ചിമഘട്ടം കിഴക്കാൻ നമ്മൾ പറഞ്ഞു. പശ്ചിമഘട്ടത്തിന്റെ ഭൂവിഭാഗമായിട്ട് വരുന്ന ഭാഗമാണ് മലനാട്. സഹ്യപർവ്വതനിര എന്നറിയപ്പെടുന്ന പർവ്വതനിര പശ്ചിമഘട്ടമാണ്. സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നത് എന്താണ്? പശ്ചിമഘട്ടമാണ് സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നത്. മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ല ആലപ്പുഴയാണ്. മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ല ആലപ്പുഴയാണ്. ബാക്കി എല്ലാ ജില്ലകളിൽ കൂടി ഉണ്ട്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ ആണ്. 2695 മീറ്റർ. 8842 ഫീറ്റ് വരും. 8800 ഫീറ്റ് കണക്കിൽ വരുവാണെങ്കിൽ 8842 ഫീറ്റ്. മീറ്റർ കണക്കിനാണെങ്കിൽ 2695. രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ മീശപ്പുലിമലയാണ്. 2640 മീറ്റർ. രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല 2640 മീറ്റർ ആണ്. വയനാട് കൂർഗ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമാണ് ബ്രഹ്മഗിരി കുന്നുകൾ. വയനാട് കൂർഗ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയുടെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ബ്രഹ്മഗിരി കുന്നുകളാണ്. കേരളത്തിൽ മലനാട് പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകളാണ് തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ. തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ എന്നിവയൊക്കെയാണ് മലനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ. ഇനി അഗസ്ത്യാർകൂടം നോക്കാം. പശ്ചിമഘട്ടത്തിന്റെ തെക്ക് അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം എത്രയാണ്? 1868 മീറ്റർ ആണ്. അഗസ്ത്യാർകൂടത്തിന്റെ ഉയരം എത്രയാണ്? 1868 മീറ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം അല്ലെങ്കിൽ അഗസ്ത്യവനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം അല്ലെങ്കിൽ അഗസ്ത്യാർകൂടം ബയോളജിക്കൽ പാർക്കാണ്. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന എത്രാമത്തെയാണ്? 10ാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല. അപ്പൊ ആദ്യത്തേതായതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് നീലഗിരിയാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? നെടുമങ്ങാടാണ്. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ നെടുമങ്ങാടാണ്. അഗസ്ത്യമലയിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി മാന്നാർ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് താമ്രപർണി. അഗസ്ത്യമലയിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി മാന്നാർ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് താമ്രപർണി. അഗസ്ത്യമല ബയോ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളാണ് നെയ്യാർ, പേപ്പാറ, ശെന്തുരുണി എന്നിവ. അപ്പൊ അഗസ്ത്യമലയുടെ ഭാഗമായിട്ടുള്ള ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? നെയ്യാർ, പേപ്പാറ, ശെന്തുരുണി. ഈ ആനമുടിയെ പറ്റി നോക്കാം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടിയാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി. ഉയരം നമ്മൾ പറഞ്ഞു 2695 മീറ്റർ ആണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ മൂന്നാർ പഞ്ചായത്താണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ മൂന്നാർ പഞ്ചായത്താണ്. താലൂക്ക് ചോദിച്ചാൽ ഏതാണ്? ദേവികുളം താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ദേവികുളം താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമലയാണ്. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന മല ഏതെന്ന് ചോദിച്ചാൽ ആനമലയാണ്. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പളനി മലയാണ്. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതെന്ന് ചോദിച്ചാൽ പളനി മലയാണ്.
ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏലമല. ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതെന്ന് ചോദിച്ചാൽ ഏലമലയാണ്. ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ്. ഇപ്പൊ ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് എവിടെയാണ്? ആനമുടിയിലാണ്. ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നതാണ്. ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. ഈ ചുരങ്ങൾ നോക്കാം. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങൾ എത്രയാണ്? ആകെ ചുരങ്ങൾ 16 ചുരങ്ങളാണുള്ളത്. പശ്ചിമഘട്ടത്തിൽ ആകെ 16 ചുരങ്ങളാണ് ഉള്ളത്. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന ജില്ലകൾ കോഴിക്കോട്, വയനാട് ജില്ലകളെയാണ്. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന ജില്ലകൾ ഏതെന്ന് ചോദിച്ചാൽ കോഴിക്കോടും വയനാടുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പോൾ താമരശ്ശേരി ചുരം അറിയപ്പെടുന്നത് വയനാട് ചുരം എന്നും അറിയപ്പെടുന്നുണ്ട്, താമരശ്ശേരി ചുരം എന്നും അറിയപ്പെടുന്നുണ്ട്. അത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം. വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരമാണ്. വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരമാണ്. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി ആരാണ്? കരിന്തണ്ടനാണ്. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി ആരെന്ന് ചോദിച്ചാൽ കരിന്തണ്ടനാണ്. കേരളത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചുരം ചോദിച്ചാൽ ആലുവാമൊഴി ചുരമാണ്. തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കേരളത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചുരം ഏതെന്ന് ചോദിച്ചാൽ ആലുവാമൊഴി ചുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരമാണ് അല്ലെ. തിരുവനന്തപുരവും തിരുനെൽവേലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് ഏറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ചുരം ഏതെന്ന് ചോദിച്ചാൽ ആലട്ടിച്ചുരമാണ്. ആലട്ടിച്ചുരം. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം പേരമ്പാടി ചുരമാണ്. സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം ഏതെന്ന് ചോദിച്ചാൽ പേരമ്പാടി ചുരമാണ്. കണ്ണൂരാണ് പേരമ്പാടി ചുരം സ്ഥിതി ചെയ്യുന്നത്. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറമാണ്. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ മലപ്പുറമാണ്. നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ മലപ്പുറമാണ്. നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അച്ചൻകോവിൽ ചുരം ബന്ധിപ്പിക്കുന്നത് പത്തനംതിട്ടയെയും തെങ്കാശിയെയുമാണ്. അച്ചൻകോവിൽ ചുരം ബന്ധിപ്പിക്കുന്നത് പത്തനംതിട്ടയെയും തെങ്കാശിയെയാണ്. ഇവിടെ നോക്കിക്കേ, ആലട്ടി ചുരം കാസർഗോഡാണ്. ഇതാണ് ആലട്ടി ചുരം എന്ന് പറയുന്നത്. കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ആലട്ടി ചുരം. പേരമ്പാടി ചുരം. പേരമ്പാടി ചുരം കണ്ണൂരാണ്. പേരമ്പാടി ചുരം കണ്ണൂരാണ്. പെരിയാച്ചുരം വയനാട്. പെരിയാച്ചുരം വയനാട്. നാടുകാണി ചുരം മലപ്പുറമാണ്. കോഴിക്കോടാണ്. താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. പാലക്കാട് ചുരമാണ്. പാലക്കാട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ചുരം. പിന്നെ ഏതാണ്? ബോഡിനായ്ക്കന്നൂർ ചുരമുണ്ട്. ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. ബോഡിനായ്ക്കന്നൂർ ചുരം ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരം സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ്. ആര്യങ്കാവ് ചുരം അല്ലെങ്കിൽ ചെങ്കോട്ട ചുരം എന്നൊക്കെ പറയും. സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ്. ആലുവാമൊഴി ചുരം അല്ലെങ്കിൽ ആരമ്പോഴി ചുരം എന്നൊക്കെ അറിയപ്പെടുന്നത് തിരുവനന്തപുരത്തിലാണ്. തിരുവനന്തപുരത്തെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ്. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയാണ്. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതെന്ന് ചോദിച്ചാൽ പാലക്കാട് ചുരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം എന്ന് ചോദിച്ചാലും അതേതാണ്? പാലക്കാട് ചുരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം എന്ന് ചോദിച്ചാലും
പാലക്കാട് ചുരമാണ്. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം പാലക്കാട് ചുരമാണ്. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഏതെന്ന് ചോദിച്ചാൽ പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും വീതി കൂടിയതുമായ ചുരം ഏതെന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ചുരമാണ്. എത്രയാണ് അതിന്റെ വീതി? 30 മുതൽ 40 കിലോമീറ്റർ വരെയാണ് പാലക്കാട് ചുരത്തിന്റെ വീതി എന്ന് പറയുന്നത്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴയാണ്. കേരളത്തിൽ നിന്നും തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. അപ്പൊ എന്താണ്? കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ്. ഇനി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ നോക്കാം. താമരശ്ശേരി ചുരം നമ്മൾ പറഞ്ഞു കോഴിക്കോട് മൈസൂറിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് കോഴിക്കോട്, മൈസൂർ. ഇപ്പൊ കേരളത്തിന്റെ കാര്യമാണെങ്കിൽ കോഴിക്കോടിനെ വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ആര്യങ്കാവ് ചുരമാണെങ്കിൽ പുനലൂര്, ചെങ്കോട്ട. ആര്യങ്കാവ് ചുരം പുനലൂർ, ചെങ്കോട്ട. പെരിയാച്ചുരം മാനന്തവാടി, മൈസൂർ. പെരിയാച്ചുരമാണെങ്കിൽ മാനന്തവാടിയെയും മൈസൂറിനെയും ബന്ധിപ്പിക്കുന്നു. പേരമ്പാടി ചുരമാണെങ്കിൽ കണ്ണൂരിനെയും കൂർഗിനെയും ബന്ധിപ്പിക്കുന്നു. പേരമ്പാടി ചുരം കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കണ്ണൂര്, കൂർഗ് എന്ന് പറയുന്നത് കർണാടകയിലെ സ്ഥലമാണ്. പാൽച്ചുരം വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പാൽച്ചുരം വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബോഡിനായ്ക്കന്നൂരാണെങ്കിൽ ഇടുക്കി, മധുരയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതല്ലെങ്കിൽ കൊച്ചി, തേനി എന്ന് വേണമെങ്കിലും പറയാം. ബോഡിനായ്ക്കന്നൂരാണെങ്കിൽ ഇടുക്കി, മധുരൈ, അതല്ലെങ്കിൽ കൊച്ചി, തേനി. ആലുവാമൊഴി അല്ലെങ്കിൽ ആരമ്പാടി ചുരം തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ആലുവാമൊഴി ചുരം അല്ലെങ്കിൽ ആരമ്പാടി ചുരം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കമ്പം ചുരം തൊടുപുഴയെയും തേനിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കമ്പം ചുരമാണെങ്കിൽ തൊടുപുഴ, തേനി. കർക്കൂർ ചുരം കേരളത്തെയും നീലഗിരി ജില്ലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കർക്കൂർ ചുരമാണെങ്കിൽ കേരളത്തെയും നീലഗിരി ജില്ലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണെന്ന് ചോദിച്ചാൽ NH 544 ആണ്. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 766 ആണ്. വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണെന്ന് ചോദിച്ചാൽ NH 766 ആണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 744. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 744. ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 85. ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 85. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? വയനാടാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല വയനാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ വയനാട് പീഠഭൂമിയാണ്. പ്രധാന പീഠഭൂമികൾ ഏതൊക്കെയാണ് കേരളത്തിലെ? വയനാട് പീഠഭൂമിയുണ്ട്, നെല്ലിയാമ്പതി പീഠഭൂമി, മൂന്നാർ പീരുമേട് പീഠഭൂമി, പെരിയാർ പീഠഭൂമി. അപ്പൊ ഏതൊക്കെയാണ് കേരളത്തിലെ പ്രധാന പീഠഭൂമികള്? വയനാട് പീഠഭൂമി, അതാണ് ഏറ്റവും വലിയ പീഠഭൂമി കേരളത്തിലെ. നെല്ലിയാമ്പതി പീഠഭൂമി, മൂന്നാർ പീരുമേട് പീഠഭൂമി, പെരിയാർ പീഠഭൂമി. അത്രയാണ് പീഠഭൂമികൾ. ഇനി ഇടനാട് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഇടനാട്. മലനാട് എങ്ങനെയായിരുന്നു? 75 മീറ്ററിന് മുകളിലോട്ടുള്ളവയാണ് നമ്മൾ മലനാടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇടനാടാണെങ്കിൽ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഇടനാട്ടിൽ വരുന്നത്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 42% ഇടനാട് വരുന്നത്. 42%. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം പ്രത്യേകതയായി വരുന്ന ഭൂപ്രകൃതിയാണ് ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം പ്രത്യേകതയായിട്ട് വരുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഇടനാടെന്ന് പറയുന്നത്. ഇടനാടിന്റെ കിഴക്കേ അതിര് മലനാട്, പടിഞ്ഞാറേ അതിര് തീരപ്രദേശവുമാണ്. ഇടനാട് എന്ന് പറയുന്ന ഇടയ്ക്കുള്ള നാട്. അതിന്റെ കിഴക്കേ അതിര് മലനാടാണ്, പടിഞ്ഞാറ് തീരപ്രദേശവുമാണ്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ്. ഇടനാട്ടിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണും ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. 65% കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്.
ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നാണ്. അത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറമാണ്. അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ആദ്യ ജിയോളജിക്കൽ പൈതൃക സ്മാരകമായി പ്രഖ്യാപിച്ചത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നിനെയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറമാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം വർക്കല ക്ലിഫാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം ഏതെന്ന് ചോദിച്ചാൽ വർക്കല ക്ലിഫാണ്. ഇടനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് നെല്ല്, വാഴ, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക, റബ്ബർ, കാപ്പി, ചേന എന്നിവയൊക്കെ. നെല്ല്, വാഴ, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക, റബ്ബർ, കാപ്പി, ചേന എന്നിവയൊക്കെയാണ് ഇടനാട്ടിൽ കൃഷി ചെയ്യുന്ന വിളകൾ. തീരപ്രദേശം നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗമാണ് തീരപ്രദേശത്തിൽ വരുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗമാണ് തീരപ്രദേശത്തിൽ വരുന്നത്. കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം? 10%. 10% മാത്രമാണ് കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ തീരപ്രദേശം ഉൾപ്പെടുന്നത്. 10%. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാടാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാടാണ്. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, തെങ്ങ് എന്നിവയാണ് തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ. കേരളത്തിന്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു ഏതെന്ന് ചോദിച്ചാൽ തോറിയമാണ്. കേരളത്തിന്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു ഏതെന്ന് ചോദിച്ചാൽ തോറിയമാണ്. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽത്തീരം കൊളാവിപ്പാലം. കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽത്തീരം കൊളാവിപ്പാലം. കേരളത്തിലെ ആദ്യ പോസ്റ്റ് കാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം. കേരളത്തിന്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൽമനൈറ്റും മോണോസൈറ്റുമാണ്. കേരളത്തിന്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഇൽമനൈറ്റ്, മോണോസൈറ്റ്. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9 കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. ഒപ്പം കടൽത്തീരമില്ലാത്തതും ചോദിച്ചാൽ 5. കടൽത്തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. കടൽത്തീരമില്ലാത്ത ജില്ലകൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ കണ്ണൂരാണ്. ഏറ്റവും കുറവ് കടൽത്തീരം ഉള്ളത് എവിടെയാണ്? കൊല്ലത്താണ്. ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല എന്ന് ചോദിച്ചാൽ കൊല്ലമാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചോദിച്ചാൽ ചേർത്തലയാണ്. ആലപ്പുഴ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചോദിച്ചാൽ ചേർത്തല, ആലപ്പുഴ. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ്. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷനാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴപ്പിലങ്ങാട്, കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴപ്പിലങ്ങാടാണ്, കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഡ്രൈവിൻ ബീച്ച് മുഴപ്പിലങ്ങാടാണ്. കേരളത്തിലെ ഡ്രൈവിൻ ബീച്ച് മുഴപ്പിലങ്ങാടാണ്. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതെന്ന് ചോദിച്ചാൽ അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ്. ചാകരയ്ക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴയാണ്. ചാകരയ്ക്ക് പ്രസിദ്ധമായ പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴയാണ്. ചെമ്മീൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് പുറക്കാട് കടപ്പുറമാണ്. പ്രമുഖ മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ്. ഈ കോൾ നിലങ്ങൾ എന്താണെന്ന് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശമാണ് കോൾ നിലങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശമാണ് കോൾ നിലങ്ങൾ. കോൾ നിലങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മീറ്റർ താഴ്ന്നാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 0.5 മീറ്റർ മുതൽ 1 മീറ്റർ വരെ, 1 മീറ്റർ താഴെ 0.5 മീറ്റർ മുതൽ 1 മീറ്റർ താഴെ വരെ സ്ഥിതി ചെയ്യുന്നതാണ് കോൾ നിലങ്ങൾ. കേരളത്തിൽ കോൾ നിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ തൃശ്ശൂര്, മലപ്പുറം മാത്രമാണ്. കേരളത്തിൽ കോൾ നിലങ്ങൾ കാണപ്പെടുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ തൃശ്ശൂരും മലപ്പുറവുമാണ്. തൃശ്ശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലും വ്യാപിച്ചു കിടക്കുന്ന പക്ഷികളുടെ ആവാസ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ കോൾ നിലങ്ങളാണ്. കോൾ നിലങ്ങൾ.
അമ്ല സ്വഭാവം, ഇരുമ്പിന്റെയും അലുമിനിയത്തിന്റെയും അംശങ്ങൾ, എക്കൽ മണ്ണിന്റെ സ്വഭാവം എന്നിവയാണ് കോൾ നിലങ്ങളിലെ മണ്ണിന്റെ പ്രത്യേകത. അപ്പൊ എന്തൊക്കെയാണ് മണ്ണിന്റെ പ്രത്യേകത? അമ്ല സ്വഭാവം ഉള്ളതായിരിക്കും, ഇരുമ്പിന്റെയും അലുമിനിയത്തിന്റെയും അംശങ്ങൾ കാണും, എക്കൽ മണ്ണിന്റെ സ്വഭാവമാണ് കോൾ നിലങ്ങളിലെ മണ്ണിന്റെ പ്രത്യേകത. തൃശൂർ കോൾ നിലങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന പുഴ ഏതെന്ന് ചോദിച്ചാൽ പുഴയ്ക്കൽ പുഴ അല്ലെങ്കിൽ താണിക്കുടം പുഴ. തൃശൂരിലെ കോൾ നിലങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന പുഴ ഏതെന്ന് ചോദിച്ചാൽ പുഴയ്ക്കൽ പുഴ അതല്ലെങ്കിൽ താണിക്കുടം പുഴ. തൃശൂർ മലപ്പുറം ജില്ലയിലെ കോൾപ്പാടങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന പൊക്കാളി കൃഷിയാണ്. നെൽകൃഷിയാണ്. പൊക്കാളി എന്ന് പറഞ്ഞൊരു ഇനം നെല്ലാണ് അവിടെ കൃഷി ചെയ്യുന്നത്. തൃശൂർ മലപ്പുറം ജില്ലയിലെ കോൾപ്പാടങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു നെൽകൃഷിയാണ് പൊക്കാളി കൃഷി. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല നിലവിലെ ഇടുക്കിയാണ്.